ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വൺ പോട്ട് ചിക്കൻ റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വീട്ടിൽ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരികയെന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചിക്കനും റൈസൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് ഒരൊറ്റ പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ അഫ്ഗാനി ചിക്കൻ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുണ്ടായത്. ഞാൻ 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് 3-4 തവണ കഴുകിയെടുത്തതിന് ശേഷം കുറച്ചധികം തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കണേ. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഈ ഒരു അഫ്ഗാനി ചിക്കൻ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു വലിയ പാൻ വെക്കുക. കാരണം നമ്മൾ ചിക്കനും റൈസും ഒക്കെ ഒന്നിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് ആദ്യം തന്നെ ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. നെയ്യിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു റൈസിന്. ഇനിയിപ്പോൾ ഇത് എണ്ണയൊക്കെ ചൂടായ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു ബേ ലീഫും ഒരു 5-6 ഏലക്കായും ഒരു 5-6 ഗ്രാമ്പും പിന്നെ ഒരു 3 പീസ് പട്ടയും ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ടു 1 ടീസ്പൂൺ വരെ മുഴുവനായിട്ടുള്ള കുരുമുളകും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എണ്ണയിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിക്കിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്കൊരു 3 സവാള ഇതുപോലെ നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുമല്ലോ, ആ ഒരു രീതിയിൽ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ആക്കിയെടുക്കണം കേട്ടോ, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഏകദേശം ഒരു 150 വെയിറ്റ് വരുന്നതാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് അതും കൂടി നമുക്ക് ഇഷ്ടമുള്ള പീസ് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു സവാളയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് മിക്സ് ചെയ്യുക കേട്ടോ. ആ ഒരു ചിക്കൻ്റെ പിങ്ക് കളറൊക്കെ മാറി ഒന്ന് കളർ ചേഞ്ച് ആകുന്നവരെ ഇതുപോലെ ഒന്ന് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് റൈസും കൂടി കുക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 4 കപ്പ് അരിയാണല്ലോ, അതുകൊണ്ട് തന്നെ 1-1.5 കപ്പ് എന്നുള്ള രീതിയിൽ 6 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 കപ്പ് എക്സ്ട്രയും കൂടി, അങ്ങനെ ടോട്ടൽ 6.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. കാരണം നമുക്ക് ചിക്കനും കൂടി വേവാനുണ്ടല്ലോ, ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് വലിയും, അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതാ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ബൾബ് വെളുത്തുള്ളിയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു മീഡിയം പീസ് ഇഞ്ചിയും കൂടി ഒന്നിച്ച് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നോട് വീഡിയോ എടുക്കുന്ന സമയത്തായതുകൊണ്ട് വിട്ടുപോയതാണ് ചേർക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ചിക്കന് മുന്നേ നമ്മൾ സവാള ഫ്രൈ ചെയ്യുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്തൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട്. അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പൊന്നൊക്കെ ചെക്ക് ചെയ്ത് നല്ലപോലെ ഈ ഒരു രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഒന്ന് മൊത്തത്തിൽ കുക്കാകുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ലപോലെ തന്നെ ചിക്കൻ വേവണേ. അങ്ങനെ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് മൊത്തത്തിൽ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് ചിക്കൻ മാത്രം എടുത്തിട്ടൊന്ന് മാറ്റി വെക്കുക കേട്ടോ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ചിക്കനൊക്കെ ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി വെള്ളം മൊത്തത്തിൽ ഊറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 5-6 പച്ചമുളകും കൂടി കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫ്ലേവർ ഉണ്ടാവും റൈസിന്. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് റൈസിലും കൂടി പിടിച്ചിട്ടാനുള്ളത് ഉണ്ടോ എന്നുള്ളത്. എൻ്റെ ഇപ്പോൾ എല്ലാതും കറക്റ്റാണ്. അങ്ങനെ ഇതുപോലെ മിക്സാക്കി ഇത് കണ്ടില്ല മൊത്തത്തിലൊന്ന് തിള വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് റൈസ് ഒന്ന് ഏകദേശം ഒന്ന് കുക്കായി വരട്ടെ, അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ഒന്ന് വെള്ളം ഒന്ന് ലെവലായി വരുമല്ലോ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് അരിയും വെള്ളം ഈക്വലായി നിൽക്കുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. അല്ലാതെ വെള്ളം മൊത്തത്തിൽ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ അരി കുക്കാവില്ലല്ലോ. അപ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മുകളിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. റൈസ് ഒന്ന് മൊത്തത്തിൽ കുക്കാകുന്നവരെ വെയിറ്റ് ചെയ്യാം.
ഇനിയിപ്പോൾ റൈസ് അവിടുന്ന് മൊത്തത്തിൽ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു പരിപാടി ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അനക്കാതെ അവിടെ വെക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് പെട്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ ബ്രൗൺ ആയിട്ട് കരിയരുത് കേട്ടോ. കരിയാതെ കാരമലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കളർ മാറി മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പഞ്ചസാര മെൽട്ടായി ഒന്ന് കളർ ചേഞ്ച് ആയി കാരമലായി വരിക, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും ബദാമും നമ്മുടെ ബ്രൗൺ മുന്തിരിയില്ലേ ബിരിയാണിക്കൊക്കെ ഇടുന്നത്, അത് മൂന്നും ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. ആ ഒരു സമയമാകുമ്പോൾക്ക് ചെറിയ രീതിയിൽ ക്യാരറ്റൊക്കെ ഒന്ന് വാടി വരും, മുന്തിരിയൊക്കെ ഒന്ന് കളർ മാറി വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു 2 സ്പൂൺ അങ്ങനെ. കാരണം അല്ലാതെ കാരമലൈസ് ചെയ്ത് വെള്ളം ഒഴിക്കാതെ ആണെങ്കിൽ ഭയങ്കര കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ക്യാരറ്റൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിയെടുക്കുക കേട്ടോ. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണേ. ഇനി നമുക്ക് ഈ ഒരു സെയിം പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് മൊത്തത്തിലായിട്ട് ഈ ഒരു പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡ് ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ചെറിയൊരു രീതിയിൽ കളറൊന്ന് മാറ്റിയെടുക്കുക. അത്രേ പരിപാടിയുള്ളൂ. ഒരുപാട് സമയം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ചിക്കൻ വെന്തതാണ്. പക്ഷേ ചെറുതായിട്ട് രണ്ട് സൈഡൊന്ന് മൊരിഞ്ഞ് ഒന്ന് കളറ് മാറി കിട്ടും. ആ ഒരു സമയത്ത് നമുക്ക് സെർവ് ചെയ്ത് വെക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേ ടൈം വെക്കണ്ട. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് കളർ മാറ്റിയെടുത്താൽ മാത്രം മതിയേ. അങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ നെയ്യിൽ മൊരിക്കണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ വെന്ത ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. റൈസിൽ ഇട്ടിട്ട് കഴിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഈ ഒരു രീതിയിലാവുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് അവിടെ വെക്കുക കേട്ടോ. ഇത്രയും മതി. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റൈസ് നോക്കി അത്യാവശ്യം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നല്ലപോലെ റൈസൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, ചെറിയൊരു ദം ചെയ്യുന്ന പരിപാടിയുള്ളൂ. ദം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ, ടൈറ്റായിട്ട്. ഇനിയിപ്പം ഹോളുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ ഒരു ഫോയിൽ വെച്ചൊന്ന് അടച്ചു കൊടുക്കണേ. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് അവിടെ വെക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാത്രം സെർവ് ചെയ്താൽ മതിയേ. ആ ഒരു സമയമാകുമ്പോൾ നല്ലപോലെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ പരിപാടിയുള്ളൂ. അങ്ങനെ ഇത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ടായത്. സെർവ് ചെയ്യുന്ന സമയത്ത് ചോറും റൈസും നമ്മുടെ ക്യാരറ്റും ആ ഒരു കാരമലൈസ് ചെയ്ത ഐറ്റംസൊക്കെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയില്ല സെർവ് ചെയ്തിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റായിട്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഈ ഒരു റൈസിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ടൈമും വേണ്ട, ഒട്ടും തന്നെ മസാലപ്പൊടികൾ കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടുമില്ല. ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കും ആ ഒരു ഹോൾ സ്പൈസസും മാത്രമേ ഇതിന് ഫ്ലേവറായിട്ടുള്ളൂ. പക്ഷെ അതന്നെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് ഇത് കഴിച്ച് നോക്കിയിട്ട് തന്നെ ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലിങ് ഒന്ന് കമൻറ്റായിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്